ലെബനനിൽ 10 ദിവസത്തെ വെടിനിർത്തലിന് തയ്യാറായി ഇസ്രായേൽ. ഇന്ന് വൈകിട്ട് 5 മണി മുതലാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരിക. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ലബനൻ പ്രസിഡന്റ് ജോസഫ് ഔണും വാഷിംഗ്ടണിൽ വെച്ച് തുടർ ചർച്ചകൾ നടത്തും. ഇതിനിടെ ഇസ്ലാമാബാദിൽ വെച്ച് നടക്കുന്ന ചർച്ചകൾക്ക് മുന്നോടിയായി US മുന്നിൽ ഇറാൻ 2 ഉപാധികൾ മുന്നോട്ട് വെച്ചു. അതേസമയം US മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും ഇറാൻ സമ്മതിച്ചതായി ട്രംപും അവകാശവാദം ഉന്നയിക്കുന്ന പശ്ചാത്തലമുണ്ട്. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കുന്നു. അജയ്, നമുക്കാദ്യം ഇസ്രായേൽ ലെബനൻ ഇപ്പോൾ ട്രംപ് അവകാശപ്പെടുന്നത് താൻ തുടർച്ചയായി അവസാനിപ്പിക്കാൻ പോകുന്ന 10ാമത്തെ യുദ്ധമാണ് എന്ന് മറ്റുമാണ്. ട്രംപിൻ്റെ വിചിത്രമായ അവകാശവാദങ്ങൾ ഒന്നായി അത് മാറുന്നുമുണ്ട്. 10 ദിവസത്തെ വെടിനിർത്തൽ എന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും ഇസ്രായേൽ സേന ലെബനനിൽ തുടരും എന്നുമുള്ള മറ്റൊരു വൈരുദ്ധ്യം കൂടി ഉണ്ട്. ഇതിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഒരു സമാധാനത്തിലുള്ള ശ്രമങ്ങളുണ്ടോ? ഇതിനിടയിലും ചില ആക്രമണങ്ങൾ നടന്നു എന്ന സൂചനകളുമുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും ഈ ഇസ്രായേൽ അതുപോലെ ഈ ലെബനൻ ഈ ഒരു സംഘർഷം അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ഇറാനും തമ്മിലുള്ള ചർച്ചകൾക്ക് വലിയൊരു ഇടങ്കോലിടുന്ന സംഭവമായിരുന്നു. ഇസ്രായേൽ ഒരിക്കലും ലെബനനിൽ വെടിനിർത്തലിന് തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നതും ദിനം പ്രതി ഈ ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുന്നതും അത് അമേരിക്കയെ സംബന്ധിച്ച് ചർച്ചകൾക്ക് വലിയൊരു തിരിച്ചടി കൂടിയായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇറാൻ ചർച്ചകൾക്ക് തയ്യാറായപ്പോൾ ഇറാൻ തന്നെ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു ഉപാധിയാണ് ലെബനനിൽ ഇസ്രായേൽ വെടിനിർത്തലിന് തയ്യാറാകണം, അമേരിക്ക ഇതിന് മേൽനോട്ടം വഹിക്കണം എന്നെല്ലാം ഇറാൻ പറഞ്ഞിരുന്നു. മാത്രമല്ല ഇറാന്റെ ഭാഗത്തു നിന്ന് വലിയൊരു പരിഹാസം കൂടിയുണ്ടായിരുന്നു. ഇത്തരത്തിൽ US അവരുടെ ഈ ലെബനിലേക്ക് ഇസ്രായേലിനെ ആക്രമണത്തിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് സ്വന്തം സമ്പദ് വ്യവസ്ഥയെ തകരാറിലാക്കാൻ US ശ്രമിക്കുകയാണ് എന്ന് ഇറാൻ പരിഹസിക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഇറാനും അമേരിക്കയ്ക്കും ഇടയിലെ ചർച്ചകൾക്ക് ഇടയിലുണ്ടായിരുന്ന ഒരു ഉപരോധം, ഒരു പ്രതിസന്ധി അത് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ഒരു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരികയാണ്. ഇന്ന് വൈകിട്ട് 5 മണി മുതലാണ് ലെബനനും അതുപോലെ തന്നെ ഇസ്രായേലിനും ഇടയിലുള്ള വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരിക. ഈ ഇരു രാഷ്ട്രങ്ങളുടെ നേതാക്കൾ തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ചകൾ നടത്തിയിരുന്നു. അപ്പോൾ ഈ ചർച്ചകളുടെ തുടർഫലമായിട്ടാണ് ഇപ്പോൾ ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. എന്നാൽ ട്രംപ് അവകാശപ്പെടുന്നത് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും അതുപോലെ തന്നെ ലെബനന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ജോസഫ് ഔണിനെയും ടെലിഫോണിൽ വിളിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ തന്റെ ഒരു മധ്യസ്ഥത കൊണ്ടാണ് ഇരു രാഷ്ട്രങ്ങളും വെടിനിർത്തലിന് തയ്യാറായത് എന്നതാണ് ട്രംപിന്റെ നിലവിലെ ഒരു അവകാശവാദം. തീർച്ചയായിട്ടും അമേരിക്കയുടെ ഒരു സമ്മർദ്ദം കൂടി ഇതിൽ ഉണ്ടായിരുന്നിരിക്കാം. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് ഇറാൻ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഉപാധിയായിരുന്നു ഈ ലെബനിലെ വെടിനിർത്തൽ എന്ന് പറയുന്നത്. എന്തായാലും വെടിനിർത്തൽ ഇന്ന് വൈകിട്ട് 5 മണിക്ക് പ്രാബല്യത്തിൽ വരും. ഹിസ്ബുള്ള അറിയിച്ചിരിക്കുന്നത് ഈ വെടിനിർത്തൽ കാലയളവ് തങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കും എന്ന് തന്നെയാണ്. നിലവിൽ അവർ ആക്രമണമൊന്നും നടത്തുമെന്ന് അറിയിച്ചിട്ടില്ല. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറയുന്നത് ഹിസ്ബുള്ള ഔചിത്യത്തോടെ പെരുമാറണം, ശാന്തത പാലിക്കണം എന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അറിയിച്ചിരിക്കുന്നത്. ഈ കാലയളവിൽ ശാന്തത പാലിക്കണം എന്ന് ട്രംപും അറിയിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. മാത്രമല്ല ഇനി ഈ വരുന്ന ചൊവ്വാഴ്ച ഈ ജോസഫ് ഔണും അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവും വൈറ്റ് ഹൗസിൽ വെച്ച് തുടർ ചർച്ചകൾ നടത്തുമെന്നും ഇപ്പോ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോയും അതുപോലെ തന്നെ JD വാൻസും ഉൾപ്പെടെയുള്ള നേതാക്കളായിരിക്കും ഈ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുക എന്നും ട്രംപ് പറയുന്നുണ്ട്. അതുപോലെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ലെബനനും ഇസ്രായേലും 34 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ US വെച്ച് നേർക്കുനേരുള്ള ഒരു ചർച്ചകൾ നടത്താൻ പോകുന്നത്. അപ്പോൾ അതിന് ഒരു മധ്യസ്ഥത വഹിക്കാൻ കഴിഞ്ഞതിൽ താൻ അഭിമാനം കൊള്ളുന്നുവെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യൽ കുറിച്ചിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം പറയുന്നു, മറ്റൊരു അവകാശവാദം എന്ന് പറയുന്നത് താൻ 9 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ട്, 10ാമത്തെ യുദ്ധമാണ് ഈ അവസാനിപ്പിക്കാൻ പോകുന്നതെന്നും ട്രംപ് പറയുന്നുണ്ട്. അതുപോലെ US കഴുത്തിൽ ചുറ്റിയ വലിയൊരു പാരയായിട്ട് ട്രംപ് തന്നെ ആരംഭിച്ചു വെച്ച ഒരു യുദ്ധം മറുവശത്ത് കിടക്കുകയാണ്. എന്തായാലും ഇപ്പോ ഇറാനുമായി ഒരു ധാരണയിലെത്തി എന്ന് ട്രംപ് പറയുന്നു. കരാറിന് ധാരണയായി എന്ന് മറ്റുമാണ് പറയുന്നത്. ഇസ്ലാമാബാദിൽ വെച്ച് ഒരു പക്ഷേ ഒപ്പിടാൻ നേരിട്ട് ട്രംപ് പോകുമെന്നാണ് അറിയുന്നത്. പക്ഷെ അതിന് ഇറാന്റെ ഭാഗത്തുനിന്ന് മറുപടി ഇല്ലല്ലോ. മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ വിചിത്രമാണ്. ഇറാൻ ഒരിക്കലും സമ്മതിക്കാതെ, ഒന്ന് യുറേനിയം പൂർണ്ണമായും കൈമാറുമെന്ന് പറയുന്നു, ഹോർമുസ് പൂർണ്ണമായും തുറക്കുമെന്ന് പറയുന്നു, ഒപ്പം ഭാവിയിലും യുറേനിയൻ പദ്ധതികളുമായി മുന്നോട്ട് പോകരുത് എന്ന് ഇറാനോട് ആവശ്യപ്പെടും, അതവർ സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഇതിനൊന്നും ഒരു തരത്തിലുമുള്ള മറുപടി ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ ട്രംപ് നേരത്തെ പറഞ്ഞ ഏകപക്ഷീയമായ ചില അഭിപ്രായ പ്രകടനങ്ങളുടെ ഭാഗമായി മാത്രം ഇതിനെ കണ്ടാൽ മതി എന്നാണോ?
ഇതിന് പല സാധ്യതകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷൽ ആയിട്ടുള്ള അസീം മുനീർ ഇറാനിലെത്തിയിരുന്നു. അപ്പോൾ അസീം മുനീറിനോട് ഇറാൻ ചില ഉപാധികൾ മുന്നോട്ട് വെച്ചതായിട്ടാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അമേരിക്കയുടെ ഒരു ദൂതനായിട്ടാണ് അസീം മുനീർ പാകിസ്ഥാനിൽ എത്തിയത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ചില സന്ദേശങ്ങൾ ഇറാന് നൽകാനും അതുപോലെ തന്നെ ഇറാന്റെ ഉപാധികൾ അമേരിക്കയെ അറിയിക്കാനും അസീം മുനീർ തീർച്ചയായിട്ടും ഒരു ലക്ഷ്യം വെച്ചിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇറാൻ അസീം മുനീറിനോട് ചില നിർദ്ദേശങ്ങൾ വെച്ചിരുന്നു. പ്രധാനമായിട്ടും 2 നിർദ്ദേശങ്ങളാണ് ഇറാൻ മുന്നോട്ട് വെച്ചത്. അതിൽ 2 ഉപാധികൾ എന്ന് പറയുന്നത്, ഒന്ന് ഈ പറയുന്ന ഈ ഹോർമുസിന്റെ വിഷയം തന്നെയാണ്. അമേരിക്ക ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള ഉപരോധം അത് പൂർണ്ണമായി അവസാനിപ്പിച്ച് ഹോർമുസ് കടലിടുക്ക് തുറക്കണം എന്നതാണ് ഒന്നാമത്തെ ഉപാധി. രണ്ടാമത്തെ ഉപാധി എന്ന് പറയുന്നത്, ഈ ചർച്ചകൾക്കായി ഇസ്ലാമാബാദിൽ എത്തുന്ന സംഘത്തിന് സ്വയം തീരുമാനമെടുക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണം എന്നതാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു ഉപാധി. കഴിഞ്ഞ തവണ ഇസ്ലാമാബാദിൽ വെച്ച് ചർച്ചകൾ നടന്നപ്പോൾ JD വാൻസ് ഉൾപ്പെടെയുള്ള സംഘത്തിന് സ്വയം ഡിസിഷൻ എടുക്കാൻ കഴിയില്ലായിരുന്നു. ട്രംപിന്റെ ഒരു മേൽനോട്ടം ഇതിൽ കൃത്യമായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ US സന്ദേശങ്ങൾ അയച്ച് അവിടെ നിന്ന് ഉണ്ടാകുന്ന തുടർ ചർച്ചകളുടെ ഫലമായിട്ടായിരുന്നു ഇവിടെ തീരുമാനമുണ്ടായിരുന്നത്. ഇത് ചർച്ചകൾക്ക് വലിയ കാലതാമസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പല കാര്യങ്ങളും അനിശ്ചിതത്വത്തിലേക്ക് വിടാനുള്ള സാധ്യതകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് US അയക്കുന്ന സംഘത്തിന് സ്വയം തീരുമാനിക്കാനുള്ള അധികാരം നൽകണം എന്ന ഒരു ആവശ്യം കൂടി ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ട്രംപ് അതേസമയം ഇപ്പോൾ ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിൽ ചിലതാണ് നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചത്. അതായത് ഇപ്പോൾ ഇറാൻ ആണവ പദ്ധതികൾ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. തങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള പല ഉപാധികളും അവർ അംഗീകരിക്കുകയാണ് എന്നതടക്കമാണ് ട്രംപ് പറയുന്നത്. നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കണം. വരും മിനിറ്റുകളിൽ, വരും മണിക്കൂറുകളിൽ ഇറാന്റെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നേക്കാം. അതാണ് നിർണായകം. ഇറാൻ കൂടി ഒരു കരാറാകുമ്പോൾ ഇറാൻ കൂടി മറ്റേ വശം കൂടി അവർ ഒപ്പിടണമല്ലോ. അതിലേക്ക് എങ്ങനെ വരുമെന്നത് കാത്തിരുന്ന് കാണാം.